CP ജോൺ സംസാരിക്കുകയാണ് അതിലേക്ക്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. എന്തോ ഓർഡിനറിയിലാണ് നടപ്പാക്കുന്നതെങ്കിൽ പല മേഖലകളിലും ഓർഡിനറി കുറവാണെന്ന് ആക്ഷേപമുണ്ട്. അപ്പോൾ അവരേക്ക് എത്തിക്കാൻ വേണ്ടി അല്ല, അത് ഞാൻ ഓർഡിനറി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് 10-ാം തീയതി പറയാം. ഒരു കാര്യം, എന്തായാലും സൗജന്യ യാത്രയാകുമ്പോൾ ഈ യാത്രക്കാരുടെ എണ്ണം കൂടും, സ്വാഭാവികം ബസ്സുകളിലും കൂട്ടേണ്ടി വരില്ലേ? കൂടുമോ ഒന്ന് നോക്കാം. കൂടുകയാണെങ്കിൽ നമുക്ക് എന്തോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റൊരു കാര്യമേ, ഈ ഞാനിപ്പോൾ പറയുന്നത് 15-ാം തീയതി സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും. മറ്റൊരു കാര്യം ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യുവാക്കളെ കയ്യിലെടുക്കാൻ വേണ്ടി നിരവധി മോഡിഫിക്കേഷനാണ് വാഹനങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു നിരാശയാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. നിരാശപ്പെടേണ്ട, നമുക്ക് മാന്യമായ രീതിയിൽ ചെയ്യാം. അത് ഇന്ന് 15-ാം തീയതി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പലതും വാഹനങ്ങളിൽ നിലവിൽ നടപ്പിൽ ഉള്ള കാര്യങ്ങൾ അല്ല, അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ്സ് നടത്തിയിട്ടില്ല. പിന്നെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മീറ്റിംഗ്സ് നടത്തി ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഗതാഗത വകുപ്പുമായി ഒരു ചർച്ച നടത്താതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അത് ഇലക്ഷന് മുമ്പല്ലേ. മന്ത്രി CP ജോൺ സംസാരിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത അതിനകത്തുള്ളത് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും, KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൺഫർമേഷൻ ഉണ്ട്. അതായത് എല്ലാ വണ്ടികളിലും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും എന്ന് കരുതേണ്ടതില്ല, അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും. അപ്പോൾ സിറ്റി സർവീസുകളിലൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അത്തരം കാര്യങ്ങളിലെല്ലാം 10-ാം തീയതി മന്ത്രിസഭായോഗത്തിന് ശേഷം 15-ാം തീയതി പ്രഖ്യാപിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നുള്ളത് ഓർഡിനറി ബസ്സുകളിലായിരിക്കും മാത്രമായിരിക്കും എന്നൊരു പ്രപ്പോസലാണ് പുറത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം